ഹായ് ഫ്രണ്ട്സ്, ക്രിയേറ്റീവ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഭാരതീയർ യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ BA ഫസ്റ്റ് ഇയർ ഇംഗ്ലീഷ് പ്രോസിലെ 9ാമത്തെ ചാപ്റ്ററാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ദ മാൻ ഇൻ ബ്ലാക്ക്. ഓൾ ഓഫ് ഹാവ് ഫ്രണ്ട്സ്. വി ഹാവ് സം എക്സ്പെക്റ്റേഷൻസ് ഓഫ് ഹൗ ഫ്രണ്ട്സ് ഷുഡ് ബി. നമുക്കൊക്കെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള പ്രതീക്ഷകളുണ്ട്. ദിസ് എസ്സേ ഈസ് എ ഗൈഡ് ടു ദോസ് ഹു ആർ ഇൻ സെർച്ച് ഓഫ് ഗുഡ് ഫ്രണ്ട്സ്. നല്ല കൂട്ടുകാരെ തിരയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു എസ്സേയാണ് നമ്മളിന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഹാവ് എ ഫ്രണ്ട് ഹു പൊസസ് ദ ക്വാളിറ്റീസ് മെൻഷൻഡ് ഇൻ ദിസ് ഓതർ ആൻഡ് ബി ദ ബ്ലെസ്ഡ് പേഴ്സൺ ഇൻ ദ വേൾഡ്. അപ്പോൾ എന്താണ്, അപ്പോൾ നല്ലൊരു കൂട്ടുകാരുണ്ടാവുക എന്ന് പറയുന്നത്, നല്ല ക്വാളിറ്റി എന്താണ്, ഏറ്റവും കൂടുതലൊരു അനുഗ്രഹമായിട്ടാണ്, ലോകത്ത് തന്നെ ഏറ്റവും നല്ലൊരു അനുഗ്രഹമായിട്ടാണ് നമുക്ക് ഉണ്ടാവുന്നത്. ഇനി അടുത്തത് ഇതിൽ ഓതർ ആരാന്ന് നോക്കാം. ഒലിവർ ഗോൾഡ് സ്മിത്ത് ആണ്. 1730 ജനിച്ച് 1744 വരെ ഉണ്ടായിരുന്ന പിന്നെ ഒരു സഹസാഹിത്യകാരനായിരുന്നു ഒലിവർ ഗോൾഡ് സ്മിത്ത്. അപ്പോൾ അദ്ദേഹം എന്താണ്, ആൻ ഇംഗ്ലീഷ് ഐറിഷ് റൈറ്റർ, പോയറ്റ് ആൻഡ് ഫിസിഷ്യൻ നോൺ ഫോർ ഹിസ് നോവൽ ദ വികാർ ഓഫ് വേക്ക്ഫീൽഡ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു നോവലാണ് വികാർ ഓഫ് വേക്ക്ഫീൽഡ് എന്ന് പറയുന്നത്. പാസ്റ്ററൽ പോയം ഡിസേർട്ടഡ് വില്ലേജ്, അതുപോലെ അദ്ദേഹത്തെ പാസ്റ്ററൽ പോയം രചിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ഡിസേർട്ടഡ് വില്ലേജ്, റിട്ടേൺ ഇൻ ദ മെമ്മറി ഓഫ് ഹിസ് ബ്രദറിൻ്റെ മെമ്മറിയിൽ. ആൻഡ് ഹിസ് പ്ലേസ് ദ ഗുഡ് നേച്ചേർഡ് മാൻ. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു നാടകമാണ് ഗുഡ് നേച്ചേർഡ് മാൻ. ആൻഡ് ഷീ സ്റ്റൂപ്സ് ടു കോൺകർ. അത് 1971 അദ്ദേഹം രചിച്ച മറ്റൊരു നാടകമാണ്. ഫസ്റ്റ് പെർഫോംഡ് ഇൻ 1773. ഹി ഓൾസോ ബോട്ട് ടു ഹാവ് റിട്ടേൺ ദ ക്ലാസിക് ചിൽഡ്രൻസ് ടെയിൽ. ക്ലാസിക് ചിൽഡ്രൻ്റെ കഥകളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ദ ഹിസ്റ്ററി ഓഫ് ലിറ്റിൽ ഗൂഡി ടു ഷൂസ് ഗിവിംഗ് ദ വേൾഡ് ദാറ്റ് ഫെമിലിയർ പ്രൈസസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായ സംഭാവനകൾ, ഭാഷയിലേക്ക് ഒരുപാട് സംഭാവനകളും അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഗോൾഡ് സ്മിത്ത്സ് ബർത്ത് ഡേറ്റ് ആൻഡ് ഇയർ ആർ നോട്ട് നോൺ. അദ്ദേഹത്തിൻ്റെ കറക്റ്റ് ബർത്ത് ഡേറ്റ് എന്താണെന്നുള്ളത് നമുക്കിപ്പോഴും അറിയില്ല വിത്ത് എ ഗ്രേറ്റ് ഡീൽ ഓഫ് ആക്യുറസി. അപ്പോൾ അദ്ദേഹം എവിടെയാണ്, ഏതൊരു കാലഘട്ടത്തിലാണ് ജനിച്ചതെന്ന് മാത്രമേ നമുക്കിപ്പോൾ അറിയുന്നുള്ളൂ. അക്കോർഡിംഗ് ടു ദ ലൈബ്രറി ഓഫ് കോൺഗ്രസ് അതോറിറ്റി ഫയൽ, he told a biographer that he was born on November 29, 1731. ഒരു ബയോഗ്രാഫറിനോട് അദ്ദേഹം പറഞ്ഞത് നവംബർ 29, 1731 നവംബർ 29 താൻ ജനിച്ചതെന്നാണ്. ഓർ പെർഹാപ്സ് ഇൻ 1930, 1730 ആവാം. Other sources have indicated November 10th on any year from 1727 to 31. 1727 മുതൽ 1731 വരെയുള്ള ഒരു കാലയളവിലാണ് അദ്ദേഹം ജനിച്ചിരുന്നത് എന്ന് പറയപ്പെടുന്നു. നെക്സ്റ്റ്, അപ്പോൾ നവംബർ 10 1730 ഈസ് നൗ കോമൺലി അക്സെപ്റ്റഡ് ബർത്ത് ഡേറ്റ്. അപ്പം കോമൺലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ബർത്ത് ഡേറ്റ് എന്ന് പറയുന്നത് 1730. Neither is the location of his birthplace certain. He was either born in townland of Pallas near ബാലിമാൻഹൻ. ബാലിഹാനിലെ പള്ളാസ് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. കൗണ്ടി ലാങ്ഫോർഡ്, അയർലൻഡ്. ഇതൊരു സ്ഥലമാണ് കൗണ്ടി ലാങ്ഫോർഡ് എന്ന് പറയുന്നത്, അയർലൻഡിൽ. ഇംഗ്ലണ്ടിൻ്റെ അടുത്ത് തന്നെ അയർലൻഡ് എന്ന് പറയുന്നത്. വേർ ഹിസ് ഫാദർ വാസ് ദ അമേരിക്കൻ ക്യൂറേറ്റ് ഓഫ് ദ പാരിഷ് ഓഫ് ഫോർണി. അപ്പോൾ ഫോർണി പാരിഷിലെ ഒരു ആംഗ്ലിക്കൻ ക്യൂറേറ്റ് ആണ് ആര്, അദ്ദേഹത്തിൻ്റെ ഫാദർ. അറ്റ് ദ റെസിഡൻസ് ഓഫ് ഹിസ് മെറ്റേണൽ ഗ്രാൻഡ് പാരൻസ് അറ്റ് ദ സ്മിത്ത് ഹിൽ ഹൗസ് ഇൻ ദ ഡയോസിസ് ഓഫ് എൽഫിൻ country, Roscommon, where his grandfather Oliver James was a clergyman and master of the Elphin Diocesan School. Elphin Diocesan സ്കൂളിലെ ഒരു എന്താണ് ക്ലർജി ആയിരുന്നു അദ്ദേഹം, ഒരു വൈദികനായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛനെന്ന് പറയുന്നത്. വെൻ ഹി വാസ് 2 years old, 2 വയസ്സായ ഗോൾഡ് സ്മിത്തിന് 2 വയസ്സായ സമയത്ത് സ്മിത്ത്സ് ഫാദർ was appointed a rector of the parish of Kilkenny West in country Westmeath. വെസ്റ്റ്മീത്തിലെ എന്താണ് കെൽക്കനി വെസ്റ്റ് എന്ന് പറയുന്ന പാരിഷിലെ ഒരു റെക്ടറായിട്ടാണ് പിന്നീട് അദ്ദേഹം ജോയിൻ ചെയ്യുന്നത്. The family moved to the personage of Lisoy
ലിസോയി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഫാമിലി പിന്നെ അവിടുന്ന് മൂവ് ചെയ്യാണ് ബിറ്റ്വീൻ അത്ലോൺ ആൻഡ് ബാലി മഹൻ ആൻഡ് കണ്ടിന്യൂഡ് ടു ലൈവ് ദർ അൻറ്റിൽ ഹിസ് ഫാദർ ഡെത്ത് 1747. അപ്പോൾ 1747 അച്ഛൻ മരിക്കുന്നത് വരെയുള്ള കാലഘട്ടം പിന്നെ അവിടെയാണ് ജീവിക്കുന്നത്. ഗോൾഡ്സ്മിത്ത് ഏൺഡ് ഹിസ് ബാച്ചിലർ ഓഫ് ആർട്സ് ഡിഗ്രി ഇൻ 1749. 1949 ബാച്ചിലർ ഓഫ് ആർട്സ് എന്ന ഡിഗ്രി അദ്ദേഹം കരസ്ഥമാക്കുന്നത്. ട്രിനിറ്റി കോളേജ് ഡബ്ലിനിലാണ്. സ്റ്റഡിങ് തിയോളജി ആൻഡ് ലോ, അവിടെ വെച്ച് അദ്ദേഹം തിയോളജി പഠിക്കുന്നുണ്ട്, ലോ പഠിക്കുന്നുണ്ട്. ബട്ട് നെവർ ഗെറ്റിംഗ് ആസ് ഫാർ ആസ് ആൻ ഓർഡിനേഷൻ. അപ്പോൾ എന്താണ് ലോ ബട്ട് ഗെറ്റിംഗ് ആസ് ഓർഡിനേഷനിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല, എൻ്റർ ചെയ്തിട്ടില്ല. ഹിസ് ട്യൂട്ടർ വാസ് തീക്കർ വൈൽഡർ, അദ്ദേഹത്തിൻ്റെ ട്യൂട്ടറാണ്. ഹി ലേറ്റർ സ്റ്റഡീഡ് മെഡിസിൻ അറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബറോ ആൻഡ് ദ യൂണിവേഴ്സിറ്റി ഓഫ് ലെയ്ഡൻ. അപ്പോൾ ലെയ്ഡനിലും എഡിൻബറോയിലും പിന്നീട് മെഡിസിൻ പഠിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ഹി ടേൺഡ് ടൂർഡ് യൂറോപ്പ്. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം യൂറോപ്പിലോകമാനം പോവുകയും ലിവിങ് ഓൺ ഹിസ് ഫീറ്റ്സ് ഹി ഓൾസോ സ്റ്റഡീഡ് ദ യൂണിവേഴ്സിറ്റി ഓഫ് പൗഡ ഇൻ 1755 ആൻഡ് 57. 57 അദ്ദേഹം ഈ യൂണിവേഴ്സിറ്റികളിൽ പഠനം നടത്തുകയും ചെയ്തു. ലിറ്റററി പാർട്ട് ഓഫ് അറ്റ് സർ ജൗഷ റെനോൾഡ് 1781. ദ പെയിൻറ്റിംഗ് ഷോസ് ദ ഫ്രണ്ട്സ് ഓഫ് റെനോൾഡ്സ്. അപ്പോൾ മെനി ഓഫ് ഹും വെയർ മെമ്പേഴ്സ് ഓഫ് ദ ക്ലബ്ബ് എന്ന് പറയുന്ന ക്ലബിലെ മെമ്പേഴ്സായിരുന്നു ആളുകളുമായിട്ടുള്ള പിന്നെ ചങ്ങാത്തമൊക്കെ കുറേ പെയിൻറ്റിങ്ങുകളിലൊക്കെ നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറ്റും. ഹി ലേറ്റർ സെറ്റിൽഡ് ഇൻ ലണ്ടൻ. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ലണ്ടനിലാണ് സ്ഥിരതാമസമാക്കുന്നത്. വേർ ഹി വർക്ക്ഡ് ആസ് എ അപ്പോത്തിക്കരീസ് അസിസ്റ്റൻസ്. അപ്പോത്തിക്കരി എന്താണ്, വൈദികൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടാണ് അദ്ദേഹം അവിടെ വർക്ക് ചെയ്യുന്നത്. പെരീനിയലി ഡെപ്റ്റ് ആൻഡ് അഡിക്റ്റഡ് ടു ഗാംബ്ലിംഗ്. അദ്ദേഹം ഭയങ്കരമായിട്ട് ചൂതാട്ടം നടത്തുന്ന ആളും അതുപോലെ വലിയ കടബാധ്യതയുള്ള ആളുമായിരുന്നു ഇദ്ദേഹം. ഗോൾഡ്സ്മിത്ത് ഹാഡ് എ മാസീവ് ഔട്ട്പുട്ട് ആസ് എ ഹാക്ക് റൈറ്റർ ഫോർ പബ്ലിഷേഴ്സ് ഓഫ് ലണ്ടൻ. അപ്പോൾ അദ്ദേഹം ഒരു ഹാക്ക് റൈറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ അവരുടെ പിന്നെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് എഴുതി കൊടുക്കുക എന്ന് പറയുന്ന രീതിയിൽ എഴുതി കൊടുക്കുന്ന ഒരു മഞ്ഞപ്പത്ര ലേഖകൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ഒരാളായിരുന്നു ലണ്ടനിൽ ഗോൾഡ്സ്മിത്ത് പിന്നീട്. കാരണം അദ്ദേഹം അത്രമാത്രം കടബാധിതനായി തീർന്നു. ഗാംബ്ലിംഗ് ഒക്കെ അദ്ദേഹം സ്ഥിരമായി ചെയ്യുന്നുണ്ട്. ബട്ട് ഹിസ് ഫ്യൂ painstaking words earned him the company of Samuel Johnson, along with whom he was a founding member of the club. അപ്പോൾ അദ്ദേഹം സാമുവൽ ജോൺസൻ്റെ ഒപ്പം അവിടെ ഒരു ക്ലബ്ബ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് രൂപം നൽകുകയും അദ്ദേഹം എന്ത് ചെയ്തു, അതിൻ്റെ ഫൗണ്ടിങ് മെമ്പറായി മാറുകയും ചെയ്തു. ദ കോമ്പിനേഷൻ ഓഫ് ഹിസ് ലിറ്റററി വർക്ക് ആൻഡ് ഹിസ് ഡിസല്യൂട്ട് ലൈഫ് സ്റ്റൈൽ ലെഡ് ഹൊറൈസ് വാൾപോൾ ടു ഗിവിംഗ് ഹിം ദ മച്ച് കോട്ടഡ് എപ്പിത്തറ്റ് ഓഫ് ഇൻസ്പയർഡ് ഇഡിയറ്റ്. അദ്ദേഹം പറയുന്ന ഇൻസ്പയർഡ് ഇഡിയറ്റ് എന്നാണ് ഹൊറൈസ് വാൾപോൾ പറയുന്നത് അദ്ദേഹത്തെ പറ്റി. ഡ്യൂറിങ് ദിസ് പീരീഡ് ഹി യൂസ്ഡ് ദ സ്യൂഡോനെയിം ജെയിംസ് വില്ലിംഗ്ടൺ. അപ്പോൾ അദ്ദേഹം ഈ ഒരു കാലഘട്ടത്തിൽ എഴുതുന്ന അല്ലെങ്കിൽ ഹാക്ക് റൈറ്റർ ആയിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് മാറ്റി ജെയിംസ് വില്ലിംഗ്ടൺ എന്നതിലാണ് അദ്ദേഹം എഴുതിയിരുന്നത്. ദ നെയിം ഓഫ് ദ ഫെലോ സ്റ്റുഡൻറ്റ് അറ്റ് ട്രിനിറ്റി ടു പബ്ലിഷ് ഹിസ് 1758 ട്രാൻസ്ലേഷൻ ഓഫ് ദ ഓട്ടോബയോഗ്രഫി ഓഫ് ഹാനറ്റ് ജീൻ മാർട്ടിൻ. അപ്പോൾ എന്താണ്, അദ്ദേഹത്തിൻ്റെ ഫെലോ സ്റ്റുഡൻ്റ് ആയിരുന്നു ട്രിനിറ്റി കോളേജിൽ. അത് പബ്ലിഷ് ചെയ്ത് 1758 പബ്ലിഷ് ട്രാൻസ്ലേഷൻസ് ഒക്കെ അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയുടെ ട്രാൻസ്ലേഷൻ. ഗോൾഡ് സ്മിത്ത് ഈസ് റെക്കോർഡ് ആസ് ബീയിങ് സപ്പോസ്ഡ്ലി ജെലസ് മാൻ. ജെലസ് ആയിട്ടുള്ള ഒരാളാണ് ഗോൾഡ് സ്മിത്ത് എന്നാണ് പലരും പറയുന്നത്. ആൻഡ് ലൈക്കബിൾ ബട്ട് ഡിസ്ഓർഗനൈസ്ഡ് ക്യാരക്ടർ ഹു വൺസ് ഫെയിൽഡ് ടു ഇമിഗ്രേറ്റ് ടു അമേരിക്ക ബിക്കോസ് ഹി മിസ്ഡ് എ ഫെറി. അതുപോലെ വളരെ ഡിസ്ഓർഗനൈസ്ഡ്, ഒരു ഓർഗനൈസേഷൻ ഇല്ലാത്ത താന്തോന്നിയെ പോലുള്ളൊരു മനുഷ്യനായിരുന്നു ഈ ഗോൾഡ് സ്മിത്ത്. അദ്ദേഹം അമേരിക്കയിലേക്ക് അദ്ദേഹത്തിന് ഒരു ചാൻസ് കിട്ടിയിട്ട് അദ്ദേഹത്തിന് അങ്ങോട്ടേക്ക് ഇമിഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. കാരണം അദ്ദേഹം ഫെറി മിസ് ചെയ്യുകയാണ് ചെയ്തത്. ഗോൾഡ് സ്മിത്ത് വാസ് ബെറീഡ് ഇൻ ടെമ്പിൾ ചർച്ച്. അതായത് മരണപ്പെട്ടത് 1774. മേ ഹാവ് ബീൻ പാർഷ്യലി കോസ്ഡ് ബൈ ഹിസ് ഓൺ മിസ് ഡയഗ്നോസിസ് ഓഫ് കിഡ്നി ഇൻഫെക്ഷൻ. അദ്ദേഹത്തിൻ്റെ ഡയഗ്നോസിനൊന്നും വലിയ പ്രാധാന്യം കൊടുത്തില്ല. കിഡ്നി ഇൻഫെക്ഷൻ വന്നിട്ട് പോലും അദ്ദേഹം അത്ര വലിയ പ്രാധാന്യം കൊടുക്കാതെ അങ്ങനെ മരണപ്പെടുകയാണ് ചെയ്തത്. ഹിസ് ഇൻസ്ക്രിപ്ഷൻ റീഡ്സ് ഹിയർ ലൈസ് ഒലിവർ ഗോൾഡ് സ്മിത്ത്. അപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്, ഇവിടെ ഒലിവർ ഗോൾഡ് സ്മിത്ത് ലൈ ചെയ്യുന്നു. ദർ ഈസ് എ മോമെൻറ്റ് ടു ഹിം ഇൻ സെൻട്രൽ ബാലിമഹൻ, ഓൾസോ ഇൻ വെസ്റ്റ്മിൻസ്റ്റർ അബേ വിത്ത് ആൻ എപ്പിത്തറ്റ് റിട്ടേൺ സാമുവൽ
ജോൺസൺ, അതുപോലെ സാമുവൽ ജോൺസൺ എഴുതിയിട്ടുള്ള വെസ്റ്റ്മിനിസ്റ്റർ അബ്ബേ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അവിടെയാണ് ഒരുപാട് പോയറ്റുകളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ കഥയുടെ സംഗ്രഹം പഠിക്കാം. ദിസ് എസ്സേ ഈസ് വൺ ഓഫ് ദ കോൺസെപ്റ്റ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് വിച്ച് ദ എസ്സേസ്റ്റ് ഹോൾഡ് ഇൻ ഹിസ് മൈൻഡ്. അപ്പം മനസ്സിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയാണ് ഇതിൽ പറയുന്നത്. ഹി പോർട്രേസ് ഇൻ ഹിസ് എസ്സേ ഹൗ എക്സാക്ട്ലി ഫ്രണ്ട്ഷിപ്പ് ഷുഡ് ബി. എങ്ങനെയായിരിക്കണം ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവേണ്ടത് എന്ന് ഈ കഥയിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ദ എക്സ മേക്സ് ഇറ്റ് ക്ലിയർ ദാറ്റ് ദ ഫ്രണ്ട്ഷിപ്പ് ഈസ് ഫ്രീ ഫ്രം കളർ ആൻഡ് ക്രീഡ്. ഇപ്പോൾ കളറിനും അതുപോലെ എന്താണ് വർണ്ണത്തിനും ജാതിക്കൊക്കെ അതീതമായിരിക്കണം നമ്മുടെ സൗഹൃദം എന്ന് പറയുന്നത്. ഇറ്റ് ഡസ് നോട്ട് ഹാവ് എനി റിലീജിയൻ. ഒരു മതത്തിനും അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കരുത്, മതനിരപേക്ഷമായിരിക്കണം ഒരു സൗഹൃദം എന്ന് പറയുന്നത്. മാൻ ഇൻ ബ്ലാക്ക് ഹൂ ഈസ് അൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് മാൻ ഇൻ ബ്ലാക്ക് എന്ന് പറയുന്നത്. ഹി സീംസ് ടു ബി ഇൽ നേച്ചേർഡ്. അദ്ദേഹം ഒരുമാതിരി വൃത്തികെട്ട സ്വഭാവമായിട്ടാണ് ഇതിൽ കാണപ്പെടുന്നത്. ആൻഡ് ഹാസ് ഹിസ് ഓൺ വീക്ക്നെസ്. അതുപോലെ അദ്ദേഹത്തിൻ്റെതായ പോരായ്മകളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. ഹിയർ വി സീ ദ റെയർ കോമ്പിനേഷൻ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ലവ് വിച്ച് ഈസ് അൺയൂഷ്വൽ ഇൻ ഓൾ ലിറ്ററേച്ചേഴ്സ്. അപ്പോൾ സാധാരണ ലിറ്ററേച്ചറിലൊന്നും കാണാത്ത ഒരു സൗഹൃദം, ചങ്ങാത്തത്തിൻ്റെ ഭാവങ്ങൾ നമുക്ക് ഈ ഒരു കഥയിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. റെയർ കോമ്പിനേഷൻ ഓഫ് ഫ്രണ്ട്ഷിപ്പാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് കോമൺ ക്രൈറ്റീരിയ ഇൻ ഫ്രണ്ട്ഷിപ്പ് സീംസ് ടു ബി അപ്പിയറൻസ്, വെൽത്ത് ആൻഡ് ക്യാരക്ടർ. വെൽത്തും ക്യാരക്ടറൊക്കെ നോക്കിയിട്ട് ഫ്രണ്ട്ഷിപ്പ്, ചങ്ങാത്തങ്ങൾ കൂടുന്ന ആ ഒരു നമ്മളുടെ ഒരു സ്റ്റീരിയോ ടൈപ്പിക്കായുള്ള ചിന്താഗതിക്ക് ഘടകവിരുദ്ധമാണ് ഇദ്ദേഹത്തിൻ്റെ ഇവിടെയുള്ള ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയുള്ള പ്രതിപാദനം. But here essayist changed the concept of friendship by adding colors to understanding and weakness rather than character and appearance. അദ്ദേഹം കോൺസെപ്റ്റ് മാറുകയാണ് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്ഷിപ്പിൻ്റെ. എന്താന്ന് പറയുന്നത് ബൈ ആഡിങ് കളർ ടു ദ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ നമ്മൾ നമ്മളുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ആ ഒരു ലെവലിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതിയാണ് അവിടെ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. There is a spear for proverb, all that glitters is not gold. ഇപ്പോൾ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലിനെ അനുസ്മരിപ്പിക്കും വിധം ഇവിടെ കഥ ഇതിലെ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യങ്ങൾ പറയുകയാണ് ചെയ്യുന്നത്. While one interprets this essay, hence it is clear that friendship is not to be evaluated with the appearance. അപ്പോൾ നമ്മൾ ഒരാളുടെ മുഖം നോക്കിയിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാവങ്ങൾ നോക്കിയിട്ടല്ല നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് എടുക്കേണ്ടത്. ബട്ട് ടു ബി ഗ്ലോറിഫൈഡ് വിത്ത് ക്യാരക്ടർ ആൻഡ് സിൻസിയറിറ്റി. അയാളുടെ സ്വഭാവത്തിലും അതുപോലെ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയുമാണ് നമ്മളെപ്പോഴും കണ്ടുപിടിക്കേണ്ടത്. ആത്മാർത്ഥമായിട്ടുള്ള ഒരു സുഹൃത്താണോ അല്ലയോ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് മുഖം നോക്കിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുറമേയുള്ള ചില പ്രത്യേകതകൾ നോക്കി ഒരിക്കലും നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. ഒലിവർ ഗോൾഡ്സ്മിത്ത് ഇൻ ഹിസ് എസ്സേ ടെൽസ് us about the man in black. ഇതിൽ മാൻ ഇൻ ബ്ലാക്ക് ആണ് പറയുന്നത്, കറുത്ത കളറുള്ള ഒരു മനുഷ്യൻ. വിത്ത് ഹും ഈ വാണ്ട്സ് ടു അക്വയർ ഫ്രണ്ട്ഷിപ്പ്. അദ്ദേഹമായിട്ടാണ് ചങ്ങാത്തം കൂടിയുള്ളത്. ഹി സേസ് ഐ ഹാവ് നോൺ ഹിം പ്രൊഫസ് ഹിംസെൽഫ് എ മാൻ ഹേറ്റർ. അപ്പോൾ അദ്ദേഹം ഒരു നിഷേധി അല്ലെങ്കിൽ മനുഷ്യനെ വെറുക്കുന്ന ഒരാളാണ് എന്ന് തോന്നിക്കും വിധം. വൈൽ ഹിസ് ചീക്ക് വാസ് ഗ്ലോയിങ് വിത്ത് കമ്പാഷൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ കവിൾത്തടങ്ങൾ മുഴുവൻ കമ്പാഷൻ എന്ന് പറഞ്ഞാൽ മാനവരാശിയോടുള്ള സ്നേഹം നമുക്കവിടെ കാണാൻ പറ്റും. വൈൽ ഹിസ് ലുക്സ് വെയർ സോഫൻ ഇൻ ടു പിറ്റി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളും അതുപോലെ അദ്ദേഹത്തിൻ്റെ ചിന്താഗതികളൊക്കെ വളരെ പിറ്റിഫുള്ളുമാണ്. ഐ ഹാവ് ഹേർഡ് ഹിം യൂസ് ദ ലാംഗ്വേജ് ഓഫ് മോസ്റ്റ് അൺബൗണ്ടഡ് ഇൽ നേച്ചർ. പലപ്പോഴും അദ്ദേഹം അതിർത്തി കവിഞ്ഞ രീതിയിലുള്ള മോശമായ രീതിയിലുള്ള സംസാരങ്ങൾ പലപ്പോഴും സംസാരിക്കാറുണ്ടായിരുന്നു. സം അഫക്റ്റ് ഹ്യൂമാനിറ്റി ആൻഡ് ടെൻഡർനെസ്. പലതും പക്ഷേ എന്നാലും അവയൊക്കെ ഹ്യൂമാനിറ്റിയെ, മനുഷ്യത്വവും അതുപോലെ മൃദുത്വവും ഉള്ള രീതിയിലായിരുന്നു. Others boast of having such dispositions from nature, but he is the only man I ever knew whom seemed ashamed of his natural benevolence. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നാച്ചുറലായിട്ടുള്ള കുറേ അനുഗ്രഹീതമായ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ടെങ്കിലും അദ്ദേഹം അത് മുഴുവൻ സീംഡ് അതിലൊന്നും അദ്ദേഹത്തിന് വലിയ അഭിമാനമൊന്നും കാണുന്നില്ല. ഹീ ടേക്സ് ആസ് മച്ച് പെയിൻസ് ടു ഹൈഡ് ഹിസ് ഫീലിങ്സ്. വളരെയധികം വിഷമിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പല ഫീലിങ്ങുകളും അടക്കി വെക്കുന്നത്. ആസ് ദ ഹിപ്പോക്രൈറ്റ് വുഡ് ടു കൺസീൽ ഹിസ് ഇൻഡിഫറൻസ്. അദ്ദേഹം കുറച്ച് ഹിപ്പോക്രാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു
എന്താണ് അഭിനയിക്കുകയാണ് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ ഈ വിഷമങ്ങളൊക്കെ കാണിക്കാതിരിക്കാൻ. ബട്ട് ഓൺ എവരി അൺഗാർഡഡ് മൊമെൻറ്റ് ദ മാസ്ക് ഡ്രോപ്പ് ഓഫ്. പക്ഷേ ഓരോ സമയത്തും അദ്ദേഹത്തിൻ്റെ ഈ മാസ്ക് പലപ്പോഴും അഴിഞ്ഞു പോകാറുണ്ട്, ഈ ചങ്ങാതിയുടെ മാസ്ക് അഴിഞ്ഞു പോകാറുണ്ട്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ആത്മാർത്ഥതയും അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ മനോഭാവവും അവിടെ തെളിവാകുന്നുണ്ട്. ആൻഡ് റിവീൽസ് ഹിം ദ മോസ്റ്റ് സൂപ്പർഫിഷ്യൽ ഒബ്സർവർ. പക്ഷെ ഇപ്പോൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ നോക്കി കഴിഞ്ഞാൽ വളരെ സൂപ്പർഫിഷ്യലാണെന്നും ഈ കഥാകാരന് മനസ്സിലാവുന്നുണ്ട്. ഇൻ എവരി പാരിഷ് ഹൗസ് ഹി സേസ് ദ പുവർ ആർ സപ്ലൈഡ് വിത്ത് ഫുഡ് ക്ലോത്ത് ആൻഡ് ഫയർ. അദ്ദേഹം ഈ കൂട്ടുകാരൻ പറയുന്നത് എന്താണ്, എല്ലാ പാരിഷ് ഹൗസുകളിലും എന്താണ് ഫുഡും ക്ലോത്തും ഫയറും ഒക്കെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ബെഡ് ടു ലൈ ഓൺ, ദേ വാണ്ട് ടു നോ മോർ. അതുമാത്രമാണ് അവർക്ക് ആവശ്യമുള്ളൂ. ഐ ഡിസയർ നോ മോർ മൈസെൽഫ്. അതിൽ കൂടുതലൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. യെറ്റ് സ്റ്റിൽ ദേ സീം ഡിസ്കണ്ടൻറ്റഡ്. പക്ഷേ എപ്പോഴും അവർ എന്നിട്ടും എന്താണ് തീരെ സംതൃപ്തരല്ല. ഐ ആം സർപ്രൈസ്ഡ് അറ്റ് ദ ഇനാക്ടിവിറ്റി ഓഫ് അവർ മജിസ്ട്രേറ്റ് ഇൻ നോട്ട് ടേക്കിംഗ് അപ്പ് സച്ച് വാഗ്രൻസ്. അപ്പം അദ്ദേഹം അതേപോലെയുള്ള ഈ എന്താണ് നാടോടികളെ ഏറ്റെടുക്കാത്ത മജിസ്ട്രേറ്റിൻ്റെ തീരുമാനങ്ങളോട് എനിക്ക് വളരെയധികം എന്തുണ്ട് വിയോജിപ്പുണ്ട്. ഹു ആർ ഓൺലി എ വെയിറ്റ് അപ്പോൺ ദ ഇൻഡസ്ട്രീസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ ഈ ഇൻഡസ്ട്രിയസ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു ഭാരമായിട്ട് മാറുകയാണ് ചെയ്യുന്നതെന്നാണ് എൻ്റെ കാഴ്ചപ്പാടെന്ന് അദ്ദേഹം പറയുന്നത്. ഐ ആം സർപ്രൈസ്ഡ് ദാറ്റ് ദ പീപ്പിൾ ആർ ഫണ്ട് ഓഫ് റിലീവ് ദം. അപ്പം ആളുകൾക്കൊക്കെ എന്താണ് ഈ പാവപ്പെട്ടവരെ സഹായിക്കാനാണ് എല്ലാവർക്കും വലിയ താല്പര്യമൊക്കെയാണ്. വെൻ ദേ മസ്റ്റ് ബി അറ്റ് ദ സെയിം ടൈം സെൻസിബിൾ ദാറ്റ് ഇറ്റ് ഇൻ സം മെഷർ എൻകറേജസ് ഐഡിൽനെസ് എക്സ്ട്രാവാഗൻസ്. അപ്പോൾ ഇത് മടി ഉണ്ടാക്കാനും അലസത ഉണ്ടാക്കാനും മാത്രമേ സഹായിക്കൂ എന്നാണ് ഈ ചങ്ങാതിയുടെ വിലയിരുത്തൽ. അതുപോലെ തന്നെ എന്താണ് ആൻഡ് ഇമ്പോസ്ചർ വേർ ഐ ഡു അഡ്വൈസ് എനി മാൻ ഫോർ ഹും ഐ ഹാഡ് ദ ലീസ്റ്റ് റിഗാർഡ്. അപ്പം ഞാൻ എന്താണ് എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ള ആളുകളോടൊക്കെ ഞാനൊരു ഉപദേശം മാത്രമാണ് കൊടുക്കുന്നതെന്ന് ഈ സുഹൃത്ത് പറയുകയാണ്. ഐ വുഡ് കോഷൻ ഹിം ബൈ ഓൾ മീൻസ് നോട്ട് ടു ബി ഇമ്പോസ്ഡ് അപ്പോൺ ബൈ ദെയർ ഫാൾസ് പ്രിറ്റൻസസ്. അപ്പം എന്താണ് ഐ വുഡ് കോഷൻ ഹിം, അവരെ ഞാൻ എന്താണ് വാണിംഗ് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് വാണിംഗ്? ഇമ്പോസ്ഡ് അപ്പോൺ ബൈ ദെയർ ഫാൾസ് ഇൻ പ്രിറ്റൻസസ്. അപ്പോൾ ഫാൾസ് ആയിട്ടുള്ള പ്രിറ്റൻസിൽ വീണു പോകാതിരിക്കാൻ. ലെറ്റ് മീ ഷുവർ യു സർ ദേ ആർ ഇമ്പോസ്റ്റേഴ്സ്, വെരി വൺ ഓഫ് ദം, ആൻഡ് റാദർ മെരിറ്റ് എ പ്രിസൺ ദാൻ റിലീഫ്. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെയുള്ള ആളുകൾക്ക് കൂടുതലായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഈ അലഞ്ഞു തിരിയുന്ന ഈ തീരെ പണിയെടുക്കാത്ത ആളുകൾക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് എന്താണ്? പ്രിസണാണ്, അല്ലെങ്കിൽ ജയിലറകളാണ്, അല്ലാതെ റിലീഫല്ല എന്ന കാഴ്ചപ്പാടാണ് ഇയാൾക്കുള്ളത്. പണിയെടുത്ത് സമ്പാദിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട്. ഹി അഷ്വേർഡ് അസ് ദാറ്റ് ഹി വാസ് നോ കോമൺ ബഗർ ബട്ട് ഫോഴ്സ്ഡ് ഇൻ ടു ഷെയിംഫുൾ പ്രൊഫഷൻ ടു സപ്പോർട്ട് എ ഡൈം വൈഫ് ആൻഡ് 5 ഹംഗ്രി ചിൽഡ്രൻ. അപ്പോൾ അവർ എന്താണ് ഭാര്യയെയും അതുപോലെ 5 കുട്ടികളെയും വളർത്താൻ വേണ്ടിയിട്ട് പിച്ച തെണ്ടേണ്ടി വരുന്ന ആളുകൾ, ബീങ് പ്രൊപ്പോസ്ഡ് ഇനസ്റ്റ് സച്ച് ഫാൾസ്ഹുഡ്, അങ്ങനെയുള്ള കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് പലരും എന്ത് ചെയ്യാറുണ്ട്? ബെഗിങ്ങിലേക്ക് പോകാറുണ്ട്. സ്റ്റോറി ഹാഡ് നോട്ട് അറ്റ്ലീസ്റ്റ് ഇൻഫ്ലുവൻസ് അപ്പോൺ മീ. പക്ഷേ അങ്ങനെയുള്ളതൊന്നും എനിക്ക് എൻ്റെ മേലിൽ യാതൊരു തരത്തിലുള്ള സ്വാധീനവും ഇല്ല. ബട്ട് ഇറ്റ് വാസ് ക്വൈറ്റ് അതർവൈസ് വിത്ത് മാൻ ഇൻ ബ്ലാക്ക്. ഐ കുഡ് സീ ഇറ്റ് വിസിബിളി ഓപ്പറേറ്റ് അപ്പോൺ ഹിസ് കൗണ്ടനൻസ്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഈ ബ്ലാക്ക് മനുഷ്യൻ്റെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ആൻഡ് എഫക്ച്വലി ഇൻ്റർപ്രറ്റ് ഹിസ് ഹാരാങ്സ്. ഐ കുഡ് ഈസിലി പെർസീവ് ദാറ്റ് ഹിസ് ഹേർട്ട് ബേൺഡ് ടു റിലീവ് ദ 5 സ്റ്റാർവിങ് ചിൽഡ്രൻ. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും 5 കുട്ടികൾ അല്ലെങ്കിൽ പട്ടിണി കിടക്കുന്ന തൻ്റെ കുട്ടികളെ ഫീഡ് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ആഗ്രഹം അദ്ദേഹത്തിൻ്റെ മുഖത്ത് നമുക്ക് കാണാൻ പറ്റും. ഐ കുഡ് ഈസിലി പെർസീവ് ദാറ്റ് ഹിസ് ഹേർട്ട് ബേൺഡ് ടു റിലീവ് ദ 5 സ്റ്റാർവിങ് ചിൽഡ്രൻ ബട്ട് ഹീ സീംഡ് അഷേംഡ് ടു ഡിസ്കവർ ഹിസ് വീക്ക്നെസ് ടു മീ. അപ്പോൾ അദ്ദേഹത്തിന് മടിയാണ് ഇത് പറയാൻ. അങ്ങനെയൊക്കെയാണെ തന്നെ ഹി എക്സ്പ്ലെയിൻഡ് ദ മാനർ in which he would deal with beggars were he a magistrate. അപ്പോൾ he explained the manner in which he would deal with a beggar. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ഒരു ബെഗറെ ഡീൽ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലാണ് പറയപ്പെടുന്നത്. ഹിൻഡ് അറ്റ് എൻലാർജിങ് സം ഓഫ് ദ prisons for their reception.
അപ്പോൾ ഇത്തരം എന്താണ് ആളുകളെ സ്വീകരിക്കാനുള്ള അല്ലെങ്കിൽ റിസീവ് ചെയ്യാനുള്ള ടോൾഡ് 2 സ്റ്റോറീസ് ഓഫ് ലേഡീസ് ദാറ്റ് വെർ റോബ്ഡ് ബൈ ബെഗർമാൻ. അപ്പോൾ എന്താണ് സ്റ്റോറീസ് ഓഫ് ലേഡീസ്, 2 സ്ത്രീകളുടെ കഥകൾ ഇതിൽ പറയുന്നുണ്ട്. വേർ റോബ്ഡ് ബൈ ബെഗർമാൻ, അവർ എന്താണ് ബെഗർമാനാൽ റോബ് ചെയ്യപ്പെട്ട 2 സ്ത്രീകൾ. ഹി വാസ് ബെഗിങ് എ തേർഡ് ടു ദ സെയിം പർപ്പസ്. അപ്പോൾ എന്താണ് ഹി വാസ് ബിഗിനിങ് എ തേർഡ് to the same purpose when the sailor with a wooden leg once more crossed our walks, desiring our pity and blessed our limbs. അപ്പോൾ ഇദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങൾ എന്താണ്, ഒരു സ്റ്റോറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. എ വുമൺ ഇൻ റാഗ്സ്, എന്താണ് സാധാരണ വസ്ത്രങ്ങളൊക്കെ ധരിച്ച ഒരു സ്ത്രീ, വിത്ത് വൺ ചൈൽഡ് ഇൻ ഹെർ ആംസ് ആൻഡ് അതർ ഓൺ ഹെർ ബാക്ക്, ഒന്നിന് കയ്യിലുണ്ട് മറ്റൊന്ന് ബാക്കിലുണ്ട്. വാസ് അറ്റംപ്റ്റിംഗ് ടു സിങ് ബെല്ലാഡ്സ്, അത് എന്താണ് ബെല്ലാഡ്സുകളൊക്കെ പറയാൻ വേണ്ടിയിട്ട് അറ്റംപ്റ്റ് ചെയ്യണം. ബട്ട് വിത്ത് സച്ച് മോൺഫുൾ വോയിസ്, അതെന്താണ് ആ പാട്ടുകൾ കേൾക്കുമ്പോൾ എന്താണ് ഒരു മോൺഫുൾ ആയിട്ടുള്ള ഒരു കരച്ചിൽ പോലെയാണ് തോന്നുന്നത്. ദാറ്റ് ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു ഡിറ്റർമൈൻ വെദർ ദ ഷീ വാസ് സിംഗിങ് ഓർ ക്രൈങ്, അവൾ കരയുകയാണോ പാടുകയാണോ നമുക്ക് സംശയം വരും. എ റിച്ച് ഹു ഇൻ ദ ഡീപ്പസ്റ്റ് ഡിസ്ട്രസ് സ്റ്റിൽ എയിംഡ് അറ്റ് ഗുഡ് ഹ്യൂമർ, അപ്പോൾ എന്താണ് ഒരു ഗുഡ് ഹ്യൂമറിസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ എന്താണ് പറയുകയാണ്. ദ മാൻ ഇൻ ബ്ലാക്ക് ഇമീഡിയറ്റ്ലി അപ്ലൈഡ് ഹിസ് ഹാൻഡ്സ് ടു ഹിസ് പോക്കറ്റ് ഇൻ ഓർഡർ ടു റിലീവ് ഹെർ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി ഇയാൾ കൈയിടുന്നുണ്ട് പോക്കറ്റിലേക്ക്, ഈ ചങ്ങാതി സുഹൃത്ത് കൈയിടുകയാണ് പോക്കറ്റിൽ. ബട്ട് ഗസ് ഹിസ് കൺഫ്യൂഷൻ വെൻ ഹി ഫൗണ്ട് ഹാഡ് ഓൾറെഡി ഗിവൺ അവേ ഓൾ ദ മണി ഹി ക്യാരിഡ് അബൌട്ട് ഹിം ടു ഫോമർ ഒബ്ജക്ട്സ്. അപ്പം ഇതിന് മുന്നിലുള്ള ആളുകൾക്കൊക്കെ പൈസ കൊടുത്തുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കയ്യിൽ പൈസ ഒന്നുമില്ല. ദ മിസറി painted in the woman's visage was not half so strongly expressed as agony of his. അപ്പം ഈ സ്ത്രീയുടെ മുഖത്തുണ്ടായിരുന്ന വിഷമത്തെക്കാൾ വലിയ വിഷമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഹി കണ്ടിന്യൂഡ് ടു സെർച്ച് ഫോർ സം ടൈം ബട്ട് നോ പർപ്പസ്, കുറച്ച് നേരം കൈ പോക്കലൊക്കെ തപ്പിയിട്ടൊന്നും കിട്ടിയില്ല. ടിൽ അറ്റ് ദ ലെങ്ത് റീകളക്റ്റിംഗ് ഹിംസെൽഫ് വിത്ത് ദ ഫേസ് ഓഫ് ഇൻഎഫിയബിൾ ഗുഡ് നേച്ചർ ആസ് ഹി ഹാഡ് നോ മണി. അപ്പോൾ അദ്ദേഹത്തിന് ഒരു മണി കയ്യിൽ പണമില്ലായിരുന്നു. ഹി പുട്ട് ഇൻ ടു ഹെർ ഹാൻഡ്സ് ഷില്ലിംഗ് വർത്ത് ഓഫ് മാച്ചസ്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാവുന്നത് പാരിഷ് ഹൗസ് എന്ന് പറയുന്നത് എന്താണ്, ചാരിറ്റി ഹൗസാണ്. വാഗ്രൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വാഗാബൗണ്ട്, ഇത് എന്താണ് തെറ്റിത്തിരിഞ്ഞ് നടക്കുന്നത്. ഇമ്പോസ്റ്റർ എന്ന് വെച്ചാൽ ഫ്രോഡായിട്ടുള്ള ആളുകൾ. അനിമോസിറ്റി എന്ന് പറഞ്ഞാൽ എനിമിറ്റിയാണ്. എനിമിറ്റി മീൻസ് എന്താണ്, ശത്രുത. എക്സ്പാഷിയേറ്റ് എന്ന് പറഞ്ഞാൽ ഗേവ് എ ലോങ് ഡിസ്കോഴ്സ്, വലിയ പിന്നെന്താണ് പഠനപ്രവർത്തനം. പാനജറിക് എന്ന് പറയുന്നത് എന്താണ്, പ്രൈസിങ് എ പേഴ്സൺ, ഒരാളെ പുകഴ്ത്ത്. റിക്വയർഡ് എക്സ്പ്ലനേഷൻ. എ ഹ്യൂമറിസ്റ്റ് ഈസ് എ നേഷൻ ഓഫ് ഹ്യൂമറിസ്റ്റ് ആൻഡ് എക്സെൻട്രിക് ഇൻ കൺട്രി ഓഫ് എക്സെൻട്രിക്. ഇത് പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ഇതാണ്. പ്രോഡിഗി ഓഫ് പാർസിമണി ആൻഡ് പ്രൂഡൻസ്, എ റിമാർക്കബിൾ എക്സാമ്പിൾ ഓഫ് ത്രിഫ്റ്റ് ആൻഡ് കെയർഫുൾനെസ്. അതുപോലെ സെൽഫിഷ് ആൻഡ് സോർഡിഡ് മാക്സിംസ്, സെയിങ് റിവീലിംഗ് എ സെൽഫിഷ് മൈൻഡ്. ട്രൂ ഓർ ഫാൾസ്, ഗോഡ്സ്മിത്ത് ഏൺഡ് ഹിസ് ബാച്ചലർ ഡിഗ്രി ആർട്സ് ട്രിനിറ്റി കോളേജ് ഡബ്ലിൻ അല്ലേ 1749. അദ്ദേഹം 1749 തന്നെയാണോ കിട്ടിയിട്ടുള്ളത് നോക്കണം. ട്രിനിറ്റി കോളേജ്, അതെ 49ലാണ് ആർട്സ് ഡിഗ്രി കരസ്ഥമാക്കിയിട്ട് ഡബ്ലിനിൽ ട്രിനിറ്റി കോളേജ്. അതേപോലെ അടുത്തത് എന്താണ്, ദ മാൻ ഇൻ ബ്ലാക്ക് വിൽ നോട്ട് എക്സ്പ്ലെയിൻ ദ മാനർ ഇൻ വിച്ച് ഹി വുഡ് ഡീൽ വിത്ത് ബെഗേഴ്സ്. ശരിയാണ്. എ റിച്ച് ഹു ഇൻ ഡീപ്പസ്റ്റ് ഡിസ്ട്രസ് സ്റ്റിൽ എയിംഡ് അറ്റ് ഗുഡ് ഹ്യൂമർ. എന്താണ് ഡീപ്പസ്റ്റ് ഡിസ്ട്രസ്, ഗുഡ് ഹ്യൂമറിലല്ലേ, അവർ പാട്ട് പാടുകയാണ്. ദ മിസറി പെയിൻറ്റഡ് ദ മാൻസ് വിസേജ് വാസ് നോട്ട് ആഫ്റ്റർ സ്ട്രോങ്ലി എക്സ്പ്രസ്ഡ് സഗണി ഓഫ് ഹിസ്. അത് ശരിയാണ്, ട്രൂ ആണ്. ഹി പുട്ട് ഇൻ ടു ഹെർ ഹാൻഡ്സ് ഷില്ലിംഗ് വർത്ത് ഓഫ് മാച്ചസ്, അതും കറക്റ്റാണ്. ആൻസർ ഇൻ ഈച്ച് ക്രിപ്സ്. ഹൗ ഡിഡ് എ മാൻ ഇൻ ബ്ലാക്ക് ഹെൽപ്പ് ബെഗർ ഇൻ ടാറ്റേഡ് ഫൈനറി. അപ്പോൾ എങ്ങനെയാണ് ബെഗറിനെ സഹായിച്ചതെന്ന് നമുക്ക് അറിയാം. വാട്ട് വാസ് ദ സെയിലർ റിയാക്ഷൻ ടു വെൻ ദ മാൻ ഇൻ ബ്ലാക്ക് സ്നാച്ച്ഡ് ദ ബണ്ടിൽ ഓഫ് മാച്ചസ് ഫ്രം ഹിസ് ഹാൻഡ്സ്.
എന്തായിരുന്നു സെലറുടെ റിയാക്ഷൻ എന്ന് പറയുന്നത്? സ്നാച്ച് ചെയ്തപ്പോൾ സെലർ with one's leg എന്താണ് more crossed our walks desiring pity and blessed our limbs. How did the man in black defend the bargain he made with the sailor? Defend the bargain he made with the sailor. Man in black അതും ഈ പാരഗ്രാഫ് പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അതിൽ മെയിനായിട്ട് ക്യാരക്ടർ സ്കെച്ചാണ് ചോദിക്കുന്നത്. റൈറ്റ് ഓൺ ദ മാൻ ബ്ലാക്ക് സോർഡിഡ് ആൻഡ് സെൽഫിഷ് മാക്സിംസ് അപ്പിയറൻസ് ഓഫ് ഇൽ നേച്ചർ റിയൽ ഹ്യൂമാനിറ്റി, ഇതൊക്കെയാണ് നമ്മളോട് പറയുന്നത്. അതുപോലെ സ്കെച്ച് ദ ക്യാരക്ടർ ഓഫ് മാൻ ഇൻ ബ്ലാക്ക്, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതാനുള്ളത്. ഇത്രയാണ് ഒരു പാഠഭാഗത്തിലുള്ളത്.